ഹലോ, വെൽക്കം ടു CC പ്ലസ്. എൻ്റെ പേര് സുമിത. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ CBSE പോർഷനിൽ വരുന്ന റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്ന ചാപ്റ്ററിലെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ മിക്കവാറും എല്ലാവർക്കും അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ കുറച്ച് പോർഷൻസ് ഒക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ പാർട്ടാണോ? എന്താണ് ഓവിപാരസ്, എന്താണ് വിവിപാരസ്? അങ്ങനെ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും ചാപ്റ്റർ പഠിച്ചാലും. അപ്പൊ അങ്ങനെയുള്ളതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നോക്കിക്കേ, ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഒവിപാരസ്, എന്താണ് വിവിപാരസ് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഒവിപാരി, വിവിപാരി. അപ്പൊ ഈ ഫിഗർ കാണുമ്പോൾ തന്നെ ഇതിനകത്ത് ആരൊക്കെയുണ്ട്? അതായത് ഫിഷ് ഉണ്ട്, ബേർഡ് ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, ഫ്രോഗ് ഉണ്ട്. ദാറ്റ് മീൻസ് എഗ് ലേ ചെയ്യുന്ന ആളുകളാണ് എന്ത്? ഒവിപാരസ് എന്ന് പറയുന്നത്. ഒവിപാരി, ഒവി അല്ലേ? എഗ് ലേ ചെയ്യുന്ന ആളുകളാണ് എന്ത്? ഒവിപാരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിവിപാരസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ഗിവിങ് ബർത്ത് ടു ദെയർ യങ് വൺസ്. ദേ ആർ ഗിവിങ് ബർത്ത് ടു ദെയർ യങ് വൺസ്. അപ്പോൾ യങ് വൺസിന് ബർത്ത് കൊടുക്കുന്നവരെയാണ് എന്ത് വിളിക്കുക? വിവിപാരസ് എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ വിവിപാരിയുടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ റാറ്റ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ മങ്കി, കൗ, കങ്കാരു, മാൻ. ഇതെല്ലാം എന്തിൻ്റെ എക്സാമ്പിളാണ്? വിവിപാരസിന്റെ എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ ഒവിപാരി എന്ന് പറഞ്ഞാൽ എന്താണ്? എഗ് ലേ ചെയ്യുന്നവരെയാണ് എന്ത് വിളിക്കുക? ഒവിപാരസ് എന്ന് വിളിക്കുക. Giving birth to their young ones is known as viviparous. അപ്പോൾ മനസ്സിലായോ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒവിപാരി ആൻഡ് വിവിപാരി എന്നുള്ളത് മനസ്സിലായോ? ഇനി ചില ആൾക്കാർക്ക് ഇത് രണ്ടും കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷ എഴുതാൻ നേരത്ത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? അങ്ങനെയുള്ള ആൾക്കാർ ഒരെണ്ണം മാത്രം പഠിക്കുക, ഒവിപാരി മാത്രം പഠിക്കുക, ഒവിപാരി കേട്ടോ. അപ്പോൾ ഒവിപാരി, അപ്പോൾ അതിനകത്ത് നോക്കിക്കേ, ഒവിപാരിയുടെ സ്പെല്ലിങ്ങിൽ എന്താണ് അല്ലേ? ഓ ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് നോക്കുമ്പോൾ എന്താണ്? ആക്ച്വലി ഇങ്ങനെ കാണിക്കുമ്പോൾ എന്താണ്? നിങ്ങളുടെ അടുത്തൊരു മുട്ടയുടെ പടം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയല്ലേ വരയ്ക്കുക അല്ലേ? അപ്പൊ ഈ ഓ എന്ന് ഓർക്കുമ്പോൾ തന്നെ എന്താണ്? എഗ് എന്ന് ഓർക്കുക. കണ്ടോ? എഗ് എന്ന് ഓർക്കുക. അപ്പൊ അങ്ങനെയുള്ളവരാരാണ്? എഗ് ലേയേഴ്സ് ആണ് ഒവിപാരി എന്ന് പറയുന്നത്. ഇപ്പൊ കൺഫ്യൂഷൻ മാറിയോ? ഒവിപാരിയുടെ സ്പെല്ലിംഗ് അറിഞ്ഞുകൂടെങ്കിൽ അപ്പോഴും കുടുങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ഒവിപാരിയുടെ സ്പെല്ലിംഗ് കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ ഒവിപാരിയുടെ ഓ എന്ന് പറയുന്നത് എന്താണ്? ഒരു എഗ് ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ്? എഗ് ലേയേഴ്സ് ആണ് ഒവിപാരസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചെങ്കിൽ കൃത്യമായിട്ടും ഒവിപാരിയും വിവിപാരിയും നിങ്ങൾക്ക് മാറിപ്പോകാതെ എഴുതാൻ പറ്റും. ഇനി എക്സാമ്പിൾ അറിയാലോ, നോർമലി അറിയാവുന്ന എക്സാമ്പിൾസ് അറിയാലോ. സ്നേക്സ് അല്ലേ? ഒവിപാരസ് ആണ്. ഹെൻ ഒവിപാരസ് ആണ്. ഫ്രോഗ് ഒവിപാരിയാണ്. ലിസാർഡ് ഒവിപാരിയാണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ചുറ്റും കാണുന്ന കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസിൽ നിന്നും അറിയാവുന്ന എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. ക്ലിയർ ആയോ? ഇനി അടുത്തത് നമ്മൾ ആരെക്കുറിച്ചാണ് പറയാൻ പോകുക? മെറ്റാമോർഫോസിസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ അഡൽട്ടും അവരുടെ യങ്ങർ വൺസും തമ്മിൽ വലിയ സിമിലാരിറ്റീസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അവരുടെ യങ് ആയിട്ടുള്ളവരും അഡൽട്ട് സ്റ്റേജും തമ്മിൽ വലിയ സിമിലാരിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പം മനുഷ്യന്റെ കുഞ്ഞെന്ന് പറയുന്നത് എന്താണ്? ചെറിയ ബേബീസ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ആർ ഐഡന്റിക്കൽ ടു എ ഹ്യൂമൻ അല്ലേ? ഹ്യൂമൻസുമായിട്ട് ഐഡന്റിക്കൽ ആയിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള കേസസിൽ എന്താണ്? അവരുടെ ലാർവൽ സ്റ്റേജിൽ നിന്നും ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടായി സഡൻലി എന്തായിട്ട് മാറുകയാണ്? അഡൽട്ടായിട്ട് മാറുകയാണ്. That is known as metamorphosis അല്ലെ? മെറ്റാമോർഫോസിസ് അതായത് ആ ഒരു ഷേപ്പിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാവുകയാണ് അവരുടെ യങ് വണ്ണിൽ നിന്നും ഓർ ദ ലാർവൽ സ്റ്റേജിൽ നിന്നും അഡൽട്ട് സ്റ്റേജസിലേക്ക് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ that is known as metamorphosis. ക്ലിയർ ആയോ? മെറ്റാമോർഫോസിസ്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് എക്സാമ്പിൾസ്. മെറ്റാമോർഫോസിന്റെ മിക്കവാറും ചോദിക്കുന്നത് എന്താണ്? എക്സാമ്പിൾ ചോദിക്കും. അപ്പൊ അതിനകത്ത് ആരാണ്? ബട്ടർഫ്ലൈ എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അതേപോലെ എന്ന് പറയുന്നത് ഫ്രോഗ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഇത് ആക്ച്വലി എന്താണ്? ദിസ് ഇസ് ദ ലൈഫ് സൈക്കിൾ ഓഫ് എ ബട്ടർഫ്ലൈ അല്ലേ? ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ ആണ്.
ഇത് നോക്കിക്കേ, ബട്ടർഫ്ലൈയുടെ എഗ്ഗ് ലേ ചെയ്തു. ആ എഗ്ഗ് ലേ ചെയ്തതിൽ നിന്നും പിന്നീട് അത് എന്തായിട്ട് മാറി? ലാർവയായിട്ട് മാറി. ലാർവ പിന്നീട് എന്താണ്? ഒരു കൊക്കൂണിനകത്ത് വന്നിട്ട് അതൊരു പ്യൂപ്പയായിട്ട് മാറി. ആ പ്യൂപ്പയായിട്ട് മാറിയതിന് ശേഷം കണ്ടോ, ഈ പ്യൂപ്പ എന്ന് പറയുന്ന സ്റ്റേജിന് ഈ അഡൽട്ട് ബട്ടർഫ്ലൈയുമായിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ? ഒരു സിമിലാരിറ്റി ഇല്ല അല്ലെ? ഒരു വീട്ടിലെ ആൾക്കാരാണെന്ന് പോലും തോന്നില്ല, അത്രമാത്രം സിമിലാരിറ്റി ഇല്ല. ബട്ട് ദിസ് പ്യൂപ്പൽ സ്റ്റേജിൽ നിന്നും എ ഡ്രാസ്റ്റിക് ചേഞ്ച് ദാറ്റ് ഹാപ്പൻസ് is an adult butterfly. കണ്ടോ? അപ്പൊ ഇവിടെ അഡൽട്ട് ബട്ടർഫ്ലൈ ആയിട്ട് മാറി. കണ്ടോ? നല്ല ഭംഗിയുള്ള ചിറകൊക്കെയുള്ള നല്ല കളേർഡ് ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ആയിട്ട് മാറി. അതാണ് ഈ പറയുന്ന ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് നോൺ ആസ് മെറ്റമോർഫോസിസ്. അപ്പൊ അത് ക്ലിയർ ആയോ? ഇനി അടുത്തതാരാണ്? ഫ്രോഗ് നോക്കിക്കേ. ഫ്രോഗ് എങ്ങനെയാണ്? ഫ്രോഗ് എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് എഗ് ലേ ചെയ്തു അല്ലേ? ഫ്രോഗ് ലാർജ്, അവര് വെള്ളത്തിലാണ്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് എഗ് ലേ ചെയ്തു. അതിനുശേഷം എന്താണ്? ടാഡ്പോൾ എന്ന് പറയുന്ന അവരുടെ ലാർവയുടെ ഇനീഷ്യൽ സ്റ്റേജ് ആണ്. അതിനുശേഷം എന്താണ്? ടാഡ്പോൾ ലാർവയ്ക്ക് ലഗ്സ് ഒക്കെ വന്നു. അതിനുശേഷം അതെന്താണ്? യങ് ഫ്രോഗ്, ദെൻ അഡൽട്ട് ഫ്രോഗ്. കണ്ടോ? അപ്പോൾ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് ഇവിടെ കണ്ടില്ലേ? അപ്പൊ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കുള്ള ആ ഒരു സ്റ്റേജ് നോക്കിക്കേ. ഈ ടാഡ്പോളും അഡൽട്ട് ഫ്രോഗുമായിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ? അല്ലേ? വലിയ സിമിലാരിറ്റി ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു യങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ലാർവൽ സ്റ്റേജിൽ നിന്നും അഡൽട്ട് സ്റ്റേജിലേക്ക് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടാകുന്നതിനെ വിളിക്കുന്ന പേരാണ് മെറ്റമോർഫോസിസ് എന്ന് വിളിക്കും. മെറ്റമോർഫോസിസിന്റെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ എന്താണ്? എക്സാമ്പിൾ ഏതൊക്കെ അറിയാം? ബട്ടർഫ്ലൈ ആൻഡ് ഫ്രോഗ് ആണ് അതിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാവുന്നത്. കേട്ടോ? ഇനി അടുത്തതൊന്ന് നോക്കിക്കേ. ഇത് കണ്ടോ? ഇവരാരാന്നറിയാമോ? ഈ വർഷത്തെ നവോദയ എൻട്രൻസ് എക്സാം വഴി നവോദയ സ്കൂൾസിലേക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള CC+ലെ കൂട്ടുകാരാണ്. ഇവർക്ക് എങ്ങനെയാണ് നവോദയ സ്കൂൾസിലേക്ക് അഡ്മിഷൻ കിട്ടിയത്, ഇവരെങ്ങനെയാണ് പഠിച്ചത് എന്നൊക്കെയുള്ള സ്റ്റോറീസ് എല്ലാം നമ്മുടെ CC+ന്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ നമ്മളെ നവോദയ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഈ വർഷം നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ, അതേപോലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ 2 ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകൾക്കാണ് നവോദയ എൻട്രൻസ് എക്സാം എഴുതാനുള്ള അവസരമുള്ളത്. അപ്പം 5ാം ക്ലാസ്സുകാർക്ക് 6ാം ക്ലാസ്സിലേക്ക് നവോദയ സ്കൂളിലേക്കും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 9ാം ക്ലാസ്സിൽ നവോദയ സ്കൂൾസിലേക്കും അഡ്മിഷൻ കിട്ടും. ഇനി സിലബസ് എന്താണെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് ചോദിക്കുക. അപ്പോൾ CC+ൽ അടിപൊളിയായിട്ടുള്ള നവോദയയുടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിമിറ്റഡ് സീറ്റ്സ് ആണ് ഒരു വർഷം ഉള്ളത്. നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ ഇപ്പം തന്നെ ഉറപ്പിച്ചോണം കേട്ടോ. നവോദയ സ്കൂൾസിൽ പോയി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, അതും ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നവോദയ സ്കൂൾസിൽ കഴിഞ്ഞ വർഷം പോയി പഠിച്ചിട്ടുള്ള കൂട്ടുകാരുടെ എക്സ്പീരിയൻസസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ നവോദയ സ്കൂൾസിലേക്ക് പോകാൻ നിങ്ങൾ റെഡി ആവുകയല്ലേ? അപ്പോൾ നമുക്ക് ബാക്കി ക്ലാസ് ഒന്ന് കാണാം. ഇനി നോക്കിക്കേ, അസെക്ഷുവൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? ഒവിപാരി ആൻഡ് വിവിപാരി പറഞ്ഞു. പിന്നെ നമ്മൾ മെറ്റമോർഫോസിസ് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അസെക്ഷുവൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ്. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ്? ഒരു സിംഗിൾ പാരന്റ് ഇൻവോൾവ്മെന്റ് ആണ് വരുന്നത് അല്ലേ? സിംഗിൾ പാരന്റ് ഇൻവോൾവ്മെന്റ് ആണ് വരുന്നത്. അതേപോലെ എന്താണ്? പ്രോജനീസ് എന്ന് പറയുന്നത് എന്താണ്? ക്ലോൺസ് ആണ്. ദാറ്റ് ആർ വെരി ഐഡന്റിക്കൽ ടു ദെയർ പാരന്റ്സ്, അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിന്റെ കോപ്പി തന്നെയാണ്. അതാണ് ക്ലോൺസ് തന്നെയാണ് ഈ പറയുന്ന യങ് വൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ എക്സാമ്പിൾസ് പറയുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹൈഡ്രയെ കുറിച്ച് പറയുന്നുണ്ട്. ഹൈഡ്ര എന്ന് പറയുന്നത് എന്താണ്? ബഡ്ഡിങ് വഴിയാണ്. ഹൈഡ്രയുടെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഏത് വഴിയാണ്? ബഡ്ഡിങ് ആണ്. ഹൈഡ്രയുടെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? ബഡ്ഡിങ് ആണ്. ബഡ്ഡിങ്. അപ്പൊ ഹൈഡ്ര എങ്ങനെയാണ് ബഡ്ഡിങ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് കണ്ടോ? ഈ ഹൈഡ്രയുടെ ഈ ഒരു പാർട്ടിൽ നിന്നും കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒരു ഇൻവാജിനേഷൻ പോലെ വന്നിരിക്കുന്നത് കണ്ടോ? ഇൻവാജിനേഷൻ ഫോം ചെയ്യുന്നു. ഇത് ഈ പാരന്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് തന്നെ എന്ത് ചെയ്യാണ്? ഈ പറഞ്ഞതുപോലെ ഇവിടെ ഇരുന്നുകൊണ്ട് പതിയെ ഗ്രോ ചെയ്യുന്നു.
ഫൈനലി ഇത് എന്തായിട്ട് മാറുന്നു? ഒരു ഹൈഡ്ര തന്നെയായിട്ട് മാറുന്നു. നോക്കിക്കേ, ഞാൻ ക്ലോൺസ് എന്ന് പറഞ്ഞു അല്ലേ? ഈ ഹൈഡ്രയെ പോലെ അതേപോലെ തന്നെയല്ലേ ഇത് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ക്ലോൺ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഇത് ബഡ് ചെയ്ത് ഒരു പുതിയ ഹൈഡ്ര ഉണ്ടായി മാറി. അതിനുശേഷം ഇത് മെച്ചുവേർഡ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇത് ഇതിന്റെ പാരന്റിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യും അല്ലേ? ഇപ്പൊ ഇത് പാരന്റിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ പാരന്റിൽ നിന്നും ഇത് ഡിറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ വൺ ഓഫ് ദ മെത്തേഡ് ആണ് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. ബഡ്ഡിങ്ങിന്റെ എക്സാമ്പിൾ എന്താണ്? ഹൈഡ്രയാണ്. ഇനി ബഡ്ഡിങ്ങിന് വേറൊരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ ഈസ്റ്റ്. ഈസ്റ്റ് എന്ന് പറയുന്നത് ബഡ്ഡിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഈസ്റ്റ് എങ്ങനെയാണ് ഈ കാണപ്പെടുന്നത്? ഈസ്റ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിനുശേഷം എന്താണ് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ബഡ്സ് ഫോം ചെയ്യും. അതിനുശേഷം ഇതെന്ത് ചെയ്യും? ഇത് ഇതിന്റെ പാരന്റിൽ നിന്നും ഡിറ്റാച്ച് ചെയ്തു പോകും. അപ്പോൾ ഈസ്റ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് ബഡ്ഡിങ്. അപ്പോൾ ഈസ്റ്റ് എന്ന് പറയുന്നതും ബഡ്ഡിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇനി പറയാൻ പോകുന്നത് ബൈനറി ഫിഷൻ ആണ്. ബൈനറി ഫിഷൻ. ബൈനറി ഫിഷന്റെ എക്സാമ്പിൾ ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണ്? അമീബയാണ് കേട്ടോ. അപ്പോൾ അമീബയുണ്ട്. ഈ അമീബയുടെ ഈ ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ് കേട്ടോ. ആദ്യം ഈ പറയുന്ന ന്യൂക്ലിയസ് എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും കണ്ടോ. ഇത് രണ്ടായിട്ട് മാറും. ഈ രണ്ടായിട്ട് മാറിയതിന് ശേഷം പിന്നെ എന്താണ്? ഈ ഓരോ ന്യൂക്ലിയസും എന്താണ്? ഓരോ ബോഡി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഉണ്ടോ? ആ രണ്ട് ന്യൂക്ലിയസിനും താമസിക്കാനായിട്ട് അവരോരോ ബോഡി ഫോം ചെയ്തു. അതിനുശേഷം ഫൈനലി ഇത് എന്തായിട്ട് മാറി? രണ്ട് അമീബയായിട്ട് മാറി. ദിസ് ഇസ് നോൺ ആസ് ബൈനറി ഫിഷൻ എന്ന് പറയും. അതായത് ഇതിൻ്റെ ഈ ന്യൂക്ലിയസ് ഫസ്റ്റ് എന്താണ്? ന്യൂക്ലിയസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതിനുശേഷം ഈച്ച് ന്യൂക്ലിയസ് ഫോമിങ് എ ബോഡി. ഈച്ച് ഓരോ ന്യൂക്ലിയസും ഓരോ ബോഡി ഫോം ചെയ്യുന്നു. ഫൈനലി this is formed as two amoebas. This is known as binary fission. അതായത് ഒന്നായിരുന്നൊരു സാധനം രണ്ടായിട്ട് മാറുന്നു കേട്ടോ. അത് ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ എക്സാമ്പിൾ ആണ്. ഇനി മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയും. അതായത് മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് ലാർജ് നമ്പർ ഓഫ് ന്യൂക്ലിയസസ് ഉണ്ടാവും കേട്ടോ. ഈ ലാർജ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇതെന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ബൈനറി ഫിഷൻ. മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ന്യൂക്ലിയസ് തന്നെ കുറേ ക്വാണ്ടിറ്റിയിൽ ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് മൾട്ടിപ്പിൾ ഫിഷൻ. അതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയും. ക്ലിയർ ആയോ? അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മെത്തേഡ്സിൽ നമ്മൾ ഏതൊക്കെ പഠിച്ചു? അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ വരുന്നത് ബൈനറി ഫിഷൻ പറഞ്ഞു, അതേപോലെ ബഡ്ഡിങ് പറഞ്ഞു, അതേപോലെ മൾട്ടിപ്പിൾ ഫിഷൻ പറഞ്ഞു. ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതായത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഒരു വെജിറ്റേറ്റീവ് പാർട്ട്, അതായത് ഒരു പ്ലാന്റിന്റെ വെജിറ്റേറ്റീവ് പാർട്ട്. വെജിറ്റേറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? അതിൻ്റെ റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് മുതലായ ഏതെങ്കിലും ഒരു വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്നും പുതിയ പ്ലാന്റ് എറൈസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ദ ന്യൂ പ്ലാന്റ് എറൈസ് ഫ്രം എനി ഓഫ് ദ വെജിറ്റേറ്റീവ് പാർട്ട് ലൈക്ക് റൂട്ട്, സ്റ്റെം ഓർ ലീഫ്. ദാറ്റ് ഈസ് നോൺ ആസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഈ ക്ലാസ്സൊക്കെ നന്നായിട്ട് പഠിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.